കണ്ണൂർ ചെറുശ്ശേരി സാഹിത്യവേദി പുസ്തക പ്രകാശനവും പ്രശ്നോത്തരി മത്സരവും സംഘടിപ്പിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ കൂമുള്ളി ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഇതിഹാസത്തെ, മഹാകാവ്യത്തെ ആ കാലഘട്ടത്തിൽ മുഴുവൻ 16ാം നൂറ്റാണ്ട് തുടങ്ങിയ കേരളീയ ജീവിതത്തിന് മുഴുവൻ പ്രകാശം, അത്യുജ്വലമായ പ്രകാശം കൊടുത്ത മഹാകാവ്യമാണ് അധ്യാത്മ രാമായണം. രാമനിലേക്കുള്ള അയനവും രാമന്റെ അയനവുമാണ് ആ ഒരു ഗ്രന്ഥം, അനുഗ്രഹ ഗ്രന്ഥം. സവിശേഷമായി നാം കഴിഞ്ഞ മാസം പാരായണം ചെയ്ത് പൂർത്തിയായിരിക്കുന്നു. നിങ്ങളൊരു കാര്യം ഓർക്കുക, എന്തിനാണ് ഇത് കർക്കിടകത്തിൽ 1 മാസം വെച്ചത്? പാശ്ചാത്യ ലോകത്തിലുണ്ട് ചില സവിശേഷമായ രീതികൾ. നാടകം ഇന്ന കാലം വായിക്കണം, ക്ലാസിക്കുകൾ ഇന്ന കാലം വായിക്കണം, കവിത എന്ന കാലം വായിക്കണം എന്നുണ്ട്. അല്ലാതെ കേരളത്തിൽ മാത്രമുള്ള ഒരു പാരമ്പര്യജന്യമായ സവിശേഷമായ ഒരു സംവേദന രീതിയല്ല ഇത്. ചടങ്ങിൽ റിട്ടയർഡ് PRD മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറും ചെറുശ്ശേരി സാഹിത്യവേദി സെക്രട്ടറിയുമായ EV സുഗന്ധന്റെ രാമായണ വിശേഷങ്ങൾ എന്ന പുസ്തകം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് C സുനിൽകുമാറിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. മഹാത്മാ മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചെറുശ്ശേരി സാഹിത്യവേദി പ്രസിഡന്റ് TKD മുഴപ്പിലങ്ങാട് അധ്യക്ഷത വഹിച്ചു. തിരക്കഥാകൃത്തും സംവിധായകനുമായ വിജേഷ് ചെമ്പിലോട് മുഖ്യാതിഥിയായി. ബാലകൃഷ്ണൻ കൊയ്യാൽ, EVG നമ്പ്യാർ, കണ്ണൂർ രത്നകുമാർ, KM പ്രകാശൻ, CP ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. രാമായണം, കൃഷ്ണഗാഥ എന്നിവയെ ആസ്പദമാക്കി പ്രശ്നോത്തരി മത്സരം നടന്നു.